ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 സെപ്റ്റംബർ 28 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജമ്മു കാശ്മീരിൽ എത്ര വർഷത്തിനു ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഉത്തരം 10 വർഷം. 2014 അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. PDP-BJP സഖ്യം അധികാരത്തിലെത്തി. 2018 സഖ്യ സർക്കാർ തകർന്നതിനെ തുടർന്ന് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലായി. 2019 ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ 370 പ്രകാരം അനുവദിച്ച പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും പിൻവലിച്ചു. ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാക്കി. സംസ്ഥാന പദവി തിരിച്ചു നൽകാനും സെപ്റ്റംബർ 30-നകം തിരഞ്ഞെടുപ്പ് നടത്താനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2024 ഓഗസ്റ്റ് 19 ഇന്ത്യൻ സമയം രാത്രി 11:56 ആകാശത്ത് ദൃശ്യമായ ചാന്ദ്രവിസ്മയം. ഉത്തരം സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ. 3 ദിവസത്തേക്ക് പ്രതിഭാസം ദൃശ്യമായിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനെയാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്. 4 പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂ മൂൺ. സീസണിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രനും ഭൂമിയുടെ അടുത്ത് നിൽക്കെ ദൃശ്യമാകുന്ന പൂർണ്ണചന്ദ്രനും ആയതിനാലാണ് ഇത്തവണത്തെ പ്രതിഭാസത്തെ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. 1979 സൂപ്പർ മൂൺ എന്ന് വിളിപ്പേര് ലഭിച്ചത്. അടുത്ത സൂപ്പർ മൂൺ ദൃശ്യമാകുന്നത് ഒക്ടോബർ 17, നവംബർ 15 തീയതികളിലാണ്. വയോജനങ്ങൾക്ക് പ്രമേഹ പരിഹാരാർത്ഥം സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം വയോമധുരം. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന ഗ്ലൂക്കോമീറ്റർ പരിശോധനയ്ക്കാവശ്യമായ സ്ട്രിപ്പുകളും നൽകുന്നതാണ് പദ്ധതി. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി. ഉത്തരം രാജേഷ് കുമാർ സിംഗ്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. തായ്ലൻഡിലെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം പെയ്തോങ് താൻ ഷിനാവത്ര. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും 2ാമത്തെ വനിതാ പ്രധാനമന്ത്രിയുമാണ് 37-കാരിയായ പെയ്തോങ് താൻ. അഴിമതി കേസിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട ശ്രേത തവിസിന്റെ പിൻഗാമിയാണ്. മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രിയുടെ മകളാണ്. മകൾ പ്രധാനമന്ത്രിയായതിനെ തുടർന്ന് അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്ന തക്സിൻ തായ്ലാന്റ് രാജാവ് മാപ്പ് നൽകി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വക്ലാവ് ഹാവൽ സെന്റർ എന്ന സംഘടനയുടെ 2024 ഡിസ്റ്റർബിംഗ് ദ പീസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി. ഉത്തരം അരുന്ധതി റോയ്. $5000 സമ്മാനത്തുക. ഇറാനിലെ സംഗീതജ്ഞനായ തുമാജ് സലേഹിയാണ് മറ്റൊരു പുരസ്കാര ജേതാവ്. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ഗാനങ്ങളിലൂടെ പ്രതിഷേധിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സലേഹി. ചെക്കോസ്ലാവിയക്കയുടെ അവസാനത്തെ പ്രസിഡന്റും ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റുമായിരുന്നു വക്ലാവ് ഹാവലിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരമാണിത്. ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. ഉത്തരം ബംഗളൂരു. ഏഷ്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിമാനത്താവളമാണ്. ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് 95.6% വരെ കുറച്ചതിന്റെ പേരിലാണ് ബഹുമതി. 2024 ഓഗസ്റ്റ് 17 കൊല്ലവർഷം 1200 ചിങ്ങം 1-ാം തീയതി കൂടിയായിരുന്നു. എന്തായിരുന്നു ഈ ദിവസത്തിന്റെ പ്രാധാന്യം? ഉത്തരം കൊല്ലവർഷ പ്രകാരമുള്ള 12-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷത്തിന്റെ തുടക്കം. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ എത്രാമത് പതിപ്പാണ് ഓഗസ്റ്റ് 17 ന്യൂഡൽഹിയിൽ നടന്നത്?
ഉത്തരം മൂന്നാമത്. വെർച്വലായി നടന്ന ഉച്ചകോടിക്ക് ഇക്കുറി ഇന്ത്യ ആതിഥ്യം വഹിച്ചു. വ്യാവസായിക സാമ്പത്തിക പുരോഗതിയിൽ പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളെയാണ് പൊതുവെ ഗ്ലോബൽ സൗത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഫ്രിക്ക, മധ്യ-ദക്ഷിണ അമേരിക്ക, ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ വിഭാഗത്തിലെ രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായി സമ്പന്ന രാജ്യങ്ങളുടെ ദക്ഷിണ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഈ കൂട്ടായ്മയിൽ 134 രാജ്യങ്ങളാണുള്ളത്. അടുത്തിടെ അന്തരിച്ച എലൻ ഡെലൻ ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഫ്രഞ്ച് ചലച്ചിത്ര നടൻ. 1960-80 കാലത്ത് യൂറോപ്യൻ ചലച്ചിത്ര രംഗത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിൽ ഞാൻ 2024-ലെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.